അതുപോലെ തന്നെയാണ് രേഷ്മ ചേച്ചി. അപ്പോൾ അതിൽ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ദൈവം ഒരേപോലെ പഠിക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ ജസ്റ്റ് വിടുക. പിന്നെ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് പച്ചനുണയാണ്. പക്ഷേ ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ കൂടെ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു തൊഴിലുണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ തൊഴിലൊന്നും നോക്കുന്നില്ല. നോക്കുന്ന സമയത്ത് നിങ്ങളെയൊക്കെ അറിയിക്കുക. അപ്പം നിങ്ങളെന്നെ സഹായിച്ചാൽ മതി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്ന കുറച്ച് കമൻസുകളാണ്. അതെല്ലാം രേണുസുധിയുടെ വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ എന്താണ് രേണുസുധിയെക്കുറിച്ച് മോശമായി പറഞ്ഞത് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അല്ലാതെ തമ്പനയിൽ മാത്രം കണ്ട് വീഡിയോ പോലും കാണാതെ. ഇന്ന് എനിക്ക് പറഞ്ഞത് എന്താ, രേണു നിന്റെ ആരാടി, നിന്നെ എന്തോ ചെയ്തടി, നിനക്ക് ഉപദ്രവിച്ചോടി, നിന്നെ ഉപദ്രവിച്ചോടി, നിനക്ക് 2 പെൺമക്കളുണ്ടെന്ന് പറഞ്ഞല്ലോടി, അത് നീ സൂക്ഷിച്ചോ, ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെയാണ് നീ ഉപദ്രവിക്കുന്നത്. ഞാൻ ഏത് രീതിയിലാണ് രേണുവിനെ ഉപദ്രവിച്ചത് എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം, രേണു കാണിക്കുന്ന രീതികൾ അനുസരിച്ച് എൻ്റെ അഭിപ്രായം മാത്രം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നു. ആരെയും ഒരു തരത്തിലും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് അത് കാണുന്നു, കുറച്ച് പേര് മാത്രം. ഒരുപാട് വലിയ ചാനലൊന്നുമല്ല, ചെറിയൊരു ചാനലാണ്. എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി, എൻ്റെ അഭിപ്രായം പറയാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അതിൽ എന്തെങ്കിലും അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നല്ല കാര്യമായിരിക്കും. പക്ഷെ ഇങ്ങനെ പ്രാകുന്ന രീതിയിലുള്ള കമൻസ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഓരോരുത്തർ ഇടുന്നത്. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഇതൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പോലും നോക്കുന്നില്ല. അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാതെയാണ് ഇങ്ങനെ വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രേണുവിനെ തന്നെയാണ് കേട്ടോ വിമർശിക്കാൻ പോകുന്നത്. പച്ചക്കള്ളം, നാവെടുത്താൽ, അതായത് വാ തുറന്നാൽ ഇത്രമാത്രം കള്ളം പറയുന്നൊരു സ്ത്രീയെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല. അതെന്താണ് ഈ കള്ളത്തരമെന്ന് നിങ്ങൾക്ക് ആദ്യമേ രേണുവിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് കണ്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ചെയ്തിരുന്നേ ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയാം, അല്ലെങ്കിൽ ഇവര് കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ട് ഫ്ലവേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, അതായത് സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ വേദിയിലേക്ക് ക്ഷണിച്ച സമയത്ത് കിച്ചുവും ഋതപ്പനും രേണു ഒക്കെ ഉള്ളൊരു ടൈമിൽ രേണു പറയുന്നതാണ്, ഞാൻ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, ബാംഗ്ലൂർ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രേണുവിൻ്റെ ഒപ്പം പഠിച്ച ഒരു സഹപാഠി കുറച്ച് നാളുകൾക്ക് മുമ്പ് രേണുവിനെ എല്ലാവരും വിമർശിച്ച സമയത്ത് ഈ പെൺകുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏവിയേഷൻ പഠിച്ചെന്നുള്ള കാര്യം ഉള്ളത് തന്നെയാണ്, സത്യമാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ആ സമയത്ത് കൊല്ലസ്തുതി മെസ്സേജ് അയക്കുന്നതിനെ കുറിച്ചൊക്കെ ആ കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏവിയേഷൻ പഠിച്ചു എന്നുള്ള കാര്യം സത്യമാണ്, എന്നാൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കള്ളമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ കുറേശ്ശെ ആയിട്ട് കേൾക്കാം. അതായത് ആർക്കും ബോറടിക്കില്ല. അത് പക്ഷെ ബോറടിക്കില്ല വെച്ചാൽ രേണു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് കേട്ടോ. കാര്യം ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും എടുത്തിട്ട് ഈ ഒരു ഇൻസിഡന്റ് ഈ ഒരു ഇഷ്യൂ ഉപയോഗിക്കുന്നത്. എന്തായാലും രേണുവിനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം. എന്നത് കള്ളമാണ് എന്ന് പറഞ്ഞ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ്. കേട്ടല്ലോ, ഏവിയേഷൻ പഠിച്ചു എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷെ തുടർന്ന് പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല എന്നാണ് പറയുന്നത്. രേണു ഏവിയേഷൻ പഠിച്ചു പാസ് ഔട്ട് ആയി എന്ന് പോലും നമുക്കിവിടെ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ കുട്ടി തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്, ഈ രേഷ്മ എന്ന് പറയുന്ന രേണു ഒരിടത്ത് ഉറച്ചു നിൽക്കില്ലെന്നും, അതുപോലെ തന്നെ ഇങ്ങനെ ചാടി പോകുന്ന ക്യാരക്ടറാണെന്നും, പിന്നെ ഈ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് ഉപയോഗിക്കണം, അപ്പം അതിൽ എല്ലാവർക്കും രേഷ്മ ചേച്ചി പുറകോട്ടായിരുന്നു എന്നും പറയാതെ പറയുന്നുണ്ട്. അതായത് എല്ലാവർക്കും നമ്മൾ ഒരാളെ അപമാനിക്കാതെ പറയുന്നുണ്ട്. പക്ഷെ അത് നല്ല കാര്യമാണ്, നല്ല രീതിയിലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് പറയുന്നത്. ഈ കുട്ടി ഈ രേണുവിന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ കുട്ടി ആ വീഡിയോയിൽ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർക്കൊരു ട്രെയിനിങ് പോലും കൊടുത്തിട്ടില്ല. ഒരു ഫ്ലൈറ്റ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാത്രമാണ്. അവരന്ന് പോയ ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ. നെടുമ്പാശ്ശേരി എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ അതിലുണ്ട്. നെടുമ്പാശ്ശേരി എന്ന് പറയുന്നുണ്ട്, ട്രിവാൻഡ്രം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് പോയി ബാംഗ്ലൂർ ഇറങ്ങി, അതാണ് ഇവരുടെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. തിരിച്ചു പോലും ഒരു ഫ്ലൈറ്റിലല്ല വന്നത്, തിരിച്ച ഒരു ബസ്സിലാണ് വന്നതാണ് പറയുന്നത്. ഇതൊക്കെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും
ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം. അതിന്റെ താഴെയാണെങ്കിൽ ഒരു കമന്റ് സെക്ഷനിൽ ഒരു കമന്റ്, ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ്, അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂമിംഗ് സെക്ഷൻ, ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു, ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ. ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ കുട്ടി പറയുന്ന ഒരു കാര്യമാണ്, രേണു ഏവിയേഷൻ പഠിച്ചു എന്നുള്ള കാര്യം സത്യമാണ്, ബാക്കിയെല്ലാം നുണയാണ്, പച്ചക്കള്ളമാണ്. ഫ്ലൈറ്റിൽ അവരെ കൂടെ പഠിച്ച ബാച്ചിലുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നില്ല. അതിൽ ഒരാൾ മാത്രം എയർപോർട്ടിലുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാവൽ ഏജൻസിയിൽ, പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ്, ഹോട്ടൽ ഫ്രണ്ട് ഓഫീസിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലാതെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ അവരുടെ ബാച്ചിലർ ഒറ്റ മനുഷ്യർക്കും എയർപോർട്ടിൽ ജോലി ലഭിച്ചിട്ടില്ല. അതായത് ഏവിയേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് എങ്ങും ജോലി ലഭിച്ചിട്ടില്ല. അവരുടെ അത്രയ്ക്ക് ഡൂക്ലി ഒരു സെന്ററാണ്. ഞാൻ +2 പഠിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു സെന്ററിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു പേപ്പർ വന്നു +2 പഠിച്ച സമയത്ത്. അത് ഫില്ല് ചെയ്തിട്ട് അവർ ഷാ ഇന്റർനാഷണൽ വെച്ചിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്, അവിടെ വന്നിട്ട് നമുക്ക് പോയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റും. ഈ ഏവിയേഷൻ കോഴ്സാണ്. അപ്പോൾ ഞങ്ങളോട് പഠിച്ച ഒരു കുട്ടി പോയായിരുന്നു. അതും ഡിപ്ലോമ കോഴ്സാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അല്ലാതെ ഡിഗ്രി, PG, B.Ed എന്ന് പറഞ്ഞിട്ട് ആ ഒരു മേഖലയിലോട്ട് പോയി. ഏവിയേഷൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടി മാത്രമാണ് അന്ന് ആ ഒരു ഇതിൽ വന്ന് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് അവർ പേപ്പർ കൊടുത്ത് ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ട് ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ട് വീട്ടിൽ വിളിച്ചിട്ട് നമ്മൾ അതിന് ചെല്ലണം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവർ നന്നായിട്ട് ക്യാൻവാസ് ചെയ്യുക, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കിട്ടും, പ്ലേസ്മെന്റ് കിട്ടും. ഈ കുട്ടിയും പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇന്ന പ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ ആ വ്യക്തി പറഞ്ഞു. അതിന്റെ ഓണർ തന്നെയാണ് ഒരു വിഷയം പഠിപ്പിച്ചത്. നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു അംഗീകാരമുണ്ടോ എന്ന് സംശയമാണ്. കാര്യം അത് ഡിപ്ലോമ കോഴ്സാണ്, 1 ഇയർ കോഴ്സാണ്. ഈ കുട്ടി ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു 3 ഇയർ ഡിഗ്രി കോഴ്സോ BCom വിത്ത് ഏവിയേഷനോ അങ്ങനെ ഏതെങ്കിലും ആണ് പഠിച്ചതെങ്കിൽ കുറച്ചും കൂടെ അതിന് വാല്യൂ ഉണ്ട്. സത്യമാണ്, എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. അല്ലാതെ +2 കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് എടുത്തതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എയർ ഹോസ്റ്റസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളോടെ കേട്ടുവരാം. ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ്, അവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. അത് നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി, അത്രയും അടുത്ത് തന്നെയാണ്. പെരുന്നാൾ സ്റ്റാൻഡ് തൊട്ടിപ്പുറം തന്നെയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചാൽ, ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല, ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ്. ഞങ്ങൾ എല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം ജോലി തരാമെന്ന് പറഞ്ഞു. പഠിച്ചേക്കണത് ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എൻ്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. വീഡിയോക്കകത്ത് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ്. വീഡിയോസ് കാണുന്ന ദിവസം നമുക്ക് രേണുവിനുള്ള സ്നേഹം കൂടി വരികയല്ലേ. എന്നെ ഈ വിമർശിക്കാൻ വരുന്നവർ ദൈവത്തെ ഓർത്ത് വീഡിയോ കാണുക, വീഡിയോക്കകത്ത് കൊടുത്തിരിക്കുന്ന ക്ലിപ്പിംഗ് പ്രത്യേകം കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ എങ്ങൊന്നും ഉണ്ടായിക്കൊണ്ടുവരുന്ന കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊക്കെ സത്യസന്ധമായി നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് അവരെ കൂടെ വർക്ക് ചെയ്ത കൂടെ പഠിച്ചൊരു പെൺകുട്ടി തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ ഞാൻ കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതൊന്നും അല്ല. നിങ്ങൾ എന്നോട് ഒന്ന് രേണു ആരാ, രേണു നിന്നോട് എന്ത് ചെയ്തു, എന്നോട് രേണു ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, എനിക്ക് രേണു ഒന്നും തരാനുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ രേണുവിനോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കിച്ചുവിന്റെ കാര്യം വന്ന സമയത്ത് കിച്ചു പറയുന്ന കാര്യങ്ങൾ, ലൈവിലൂടെ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ എടുത്തു വെച്ച് അതിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹരി പത്തനാപുരം പറഞ്ഞ കാര്യങ്ങളോ അതിലും ആ വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെതായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ വീടിനെ കുറിച്ചും വീട് കംപ്ലൈന്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ രേണുവിന്റെ കാര്യം, രേണു അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. ഏതൊരു മഴക്കാലത്ത് വന്നാലും നമ്മൾ മനുഷ്യനിർമ്മിതമാണ് ആ വീടുകൾ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകും എന്ന് മാത്രമാണ് ആ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിന്റെ അർത്ഥത്തിലാണ് എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എനിക്കറിയില്ല. രേണുവിനെ അന്ധം ആയിട്ട് വിശ്വസിക്കുന്ന ഫാൻസ് ആയിരിക്കണം ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എന്തായിക്കോട്ടെ. എന്തായാലും ഈ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേട്ടിട്ട് വരാം. എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നുണ പറഞ്ഞ് നടക്കുന്നുണ്ട്, അത് സത്യമാണ്. അല്ലാതെ ആർക്കും എയർപോർട്ടിൽ പ്ലേസ്മെന്റ് ലഭിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 1 ഇയർ കോഴ്സാണ്, ഡിപ്ലോമ വിത്ത് ഏവിയേഷനും അതുപോലെ നയാട്ട കോഴ്സും ആയിരുന്നു. അതിൻ്റെ അകത്ത് വാല്യൂ ആണോ എന്ന് ചോദിച്ചാൽ വാല്യൂ ആണ്. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കുറ്റം പറയല. ഒരു ഏവിയേഷൻ നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള കൊച്ചി അങ്ങനെയുള്ള എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെന്ററിൽ പോയി പഠിക്കുക, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുക. അതുമല്ല 1 ഇയർ കോഴ്സ് പഠിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ BCom വിത്ത് ഏവിയേഷൻ അങ്ങനെയുള്ള ഡിഗ്രി വിത്ത് ഏവിയേഷൻ ആയിരിക്കണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയുടെ വാല്യൂ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് ഒരിടത്തും പ്ലേസ്മെന്റ് ലഭിക്കുന്നില്ല. എയർപോർട്ടിലൊക്കെ പ്ലേസ്മെന്റ് ലഭിക്കാൻ പാടാണ്. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അതെല്ലാം ഞങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരി കുറച്ച് എല്ലാത്തിലും ഒരു ഇതാണ്, അത് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യം അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ
ഡിപ്ലോമ വിത്ത് ഏവിയേഷൻ എടുക്കുമ്പോൾ അത് ജോലി സാധ്യത കുറവാണ്. അപ്പോൾ അതിനുശേഷം ഞാനാണെങ്കിലും എന്താ പാർട്ട് ടൈം ആയിട്ട് ഒരു കടയിൽ നിൽക്കാൻ, എന്നിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഞാനാണെങ്കിലും പോയി. അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ പോയതാണ്. ആർക്കും പ്ലേസ്മെന്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് പുള്ളിക്കാരൻ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണറും സാർ ഒരു വിഷയം അയാളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ആ സാറ് നമ്മളെ പറഞ്ഞു മയക്കുന്ന രീതിയിലാണ് പ്ലേസ്മെന്റ് എല്ലാം 100% ഷുവർ ആണെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ എടുപ്പിക്കുന്നത്. പക്ഷേ പ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും പുള്ളിക്കാരൻ വിചാരിച്ചിട്ട് 1-2 പേർക്കൊക്കെ നടത്തിയിട്ടുള്ളൂ. ഞങ്ങൾ പഠിച്ച ബാച്ചിൽ, ബാക്കി എനിക്കറിയത്തില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ തുറന്നു പറയാണ്, പ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ചുമ്മാ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വിധത്തിൽ അതൊക്കെ പൂട്ടിയിടുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആർക്കും ഒരു അത്രയ്ക്കൊരു ഉറപ്പോട് കൂടി കൊടുക്കുന്ന 100% ഉറപ്പ് കൊടുത്താണെങ്കിൽ പ്ലേസ്മെന്റും ശരിയാക്കി കൊടുക്കണം. പക്ഷേ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരി ഈ ട്രിവാൻഡ്രം എന്ന് ഉദ്ദേശിക്കുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട്, പിന്നെ എയർ ഇന്ത്യ, ഇതൊക്കെ പുള്ളിക്കാരി ഉദ്ദേശിച്ചതും പുള്ളിക്കാരി എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. ഇതൊക്കെ പുള്ളിക്കാരി ഇത്ര ധൈര്യത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. അതാണ് ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ, ജസ്റ്റ് അത് ഫ്ലൈറ്റിൽ കയറുക, അത് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് മാത്രം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അതുപോലെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി ഇറങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് ചെയ്യാനോ ട്രെയിനിങ്ങിനോ നിന്നിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരി വലിയ ജോലി ചെയ്തു എന്ന രീതിയിൽ പറയുന്നത്, അല്ലാതെ നമ്മൾ ആരും ജോലി ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് വന്നത്. തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലല്ല വന്നത്, ബസ്സിലാണ്. ടൂർ കമ്പനിയിലും ഒക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, സംസാരിക്കണം. തിരിച്ചു വന്നതിന് ശേഷം ആ ഒരാഴ്ചത്തെ ട്രിപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം, എല്ലാം ചെയ്യണം. അപ്പം നമ്മൾ ഇടയ്ക്ക് പഠിക്കുമ്പോൾ എല്ലാവരും ഒരേ കഴിവായിരിക്കണമെന്നില്ല, കുറച്ച് ഡൗൺ ആയിരിക്കണം. അതുപോലെ തന്നെയാണ് രേഷ്മ ചേച്ചി. അപ്പോൾ അതിൽ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ദൈവം ഒരേപോലെ പഠിക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ ജസ്റ്റ് വിടുക. പിന്നെ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് പച്ചനുണയാണ്. പക്ഷേ ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ കൂടെ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ എനിക്കിതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ നേരത്തെയും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരി എല്ലായിടത്തും പഠിച്ച് കംപ്ലീറ്റ് ആകാതെ ഓടി നടക്കുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെയാണ് എവിടെയും സെറ്റിൽ ആവാത്തത്. പിന്നെ ജോലി ചെയ്തു എന്ന് പറയുന്നത് പച്ചനുണയാണ്. ജോലി ചെയ്തിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. കണ്ടല്ലോ, അവരുടെ തന്നെ സഹപാഠിയാണ് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി പറയുന്നത്. എയർപോർട്ടിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. അവർ കൂടുതൽ ഒരൊറ്റ മനുഷ്യർക്കും പ്ലേസ്മെന്റ് ലഭിച്ചിട്ടില്ല. പിന്നെ അവർ പഠിച്ചതെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സെന്ററിലല്ല പഠിച്ചത്. ചങ്ങനാശ്ശേരി പെരുന്നയിൽ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ളൊരു സാധാ ഒരു സെന്ററിലാണ് പഠിച്ചത്. ഏവിയേഷൻ ഡിപ്ലോമയാണ് പഠിച്ചത്. അതുപോലെ തന്നെ ഈ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ക്ലിയർ അല്ല. കാര്യം ഇത് പറയുന്നുണ്ട്, ഇതിന്റെ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അത് 10th +2 സർട്ടിഫിക്കറ്റ് മാത്രമേ രേണുവിന്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് എവിടെയാണ്? അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അത് ഈ കുട്ടി കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ആ ഫ്രണ്ട് പറഞ്ഞത് ഈ ചേച്ചി എങ്ങും ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതുപോലെ എല്ലാം വ്യക്തമായിട്ട് പറയുന്നത് കൂടെ തന്നെ പഠിച്ച സഹപാഠിയാണ്, അല്ലാതെ ഞാനായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. രേണുവിനോട് പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു നിലപാട് വേണം. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സത്യസന്ധത വേണം. അല്ലാതെ ഞാൻ അതുവഴി പോയി ഇപ്പോൾ എയർപോർട്ടിലൂടെ പോയി ഒരു ദിവസത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കണ്ടു കാണുമല്ലോ നിങ്ങൾ. ഒരു ദിവസത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവരൊന്ന് കയറ്റി ഇറക്കിയത് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എയർ ഹോസ്റ്റസ് ആവില്ല, ട്രെയിനിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ലോക്കോ പൈലറ്റ് ആവുകയില്ല, ബസ്സിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോ കണ്ടക്ടറോ ആവുകയില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ ഒരു ജോലിയാണ്. അതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട് ജോലി കിട്ടാനായിട്ട്. അത് ഇപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹമായിരിക്കും, നമ്മുടെ മനസ്സിൽ അന്ധമായ ആഗ്രഹം കാണും എയർ ഹോസ്റ്റസായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ആ ഒരു ഒരു ഇതിൽ ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് ഫ്ലവേഴ്സിലൊരു ദിവസത്തെ ഒരു എപ്പിസോഡാണ്, പുറത്തു വരുന്ന സംഭവമാണ്. എല്ലാവരും കാണും, തൻ്റെ കൂടെ പഠിച്ചവരിത് കാണും. അല്ലെങ്കിൽ ഇത് ഇത്ര പ്രശ്നം ഉണ്ടാകുമെന്ന് രേണു മനസ്സിലാക്കാഞ്ഞിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയാൻ വയ്യ. എന്തായാലും നുണ പറയുമ്പോൾ ഇച്ചിരിയൊക്കെ ഒരു ഇതായിട്ട് പറയണം. നമ്മളെ സൂര്യൻ ഉദിക്കും എന്ന് പറയുന്ന പോലെ എത്ര നമ്മൾ നുണ പറയാൻ ശ്രമിച്ചാൽ എല്ലാ ദിവസവും സൂര്യൻ കിഴക്ക് ഉദിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ എന്തായാലും പുറത്തു വരും. അതിനി എത്രമാത്രം നമ്മൾ ഇരുട്ടത്ത് ഒളിച്ചു വെച്ചാലും അതിങ്ങനെ പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇപ്പം സുധിയുടെ ഇങ്ങനെ ഒരു മരണത്തിന് ശേഷം ഇത്രമാത്രം ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് രേണു പോകാനും ഈ കാര്യങ്ങളെല്ലാം പുനർചിന്തനത്തിൽ വരാനും ഇതെല്ലാം നുണയാണെന്നും രേണുവിന് ഇത്രമാത്രം ഫാൻസ് ഉള്ളോ അതിന് ഇരട്ടി എനിക്ക് തോന്നുന്നു ഇഷ്ടമില്ലാത്തവരും കാണും, അത്രമാത്രം വെറുക്കുന്നവരും കാണും രേണുവിനെ. എന്തായാലും ഇനിയെങ്കിലും പറയാനുള്ള കാര്യമുള്ളൂ. നമ്മൾ നുണ പറയുകയാണെങ്കിൽ അതിനൊന്ന് ഇത് വേണം. ഞാനീ പറഞ്ഞില്ല അവിടെ ഞാൻ ആ നുണ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അടുത്തടുത്ത് ഞാൻ അത് തന്നെ പറയണമെന്നൊരു ഉറപ്പ് വേണം. ഒരിടത്ത് ഞാൻ 10th +2 മാത്രമേ പഠിച്ചോളൂ എന്ന് പറഞ്ഞു, മറ്റൊരിടത്ത് ഞാൻ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇന്നടത്ത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ താൻ തന്നെ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കുറിച്ചെടുക്കുക. ഇനി പറയുമ്പോൾ അത് ഓർത്തിട്ട് വേണം പറയാൻ.
കിച്ചുവിനെ ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി മറ്റേ നോക്കി മറിച്ച് നോക്കി എന്ന് പറയും. സ്വന്തം കുഞ്ഞായ ഋതപ്പനെ നോക്കാൻ കഴിയാത്ത രേണു കിച്ചുവിനെ നോക്കിയെന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞു. പോടാ ബന്ധമാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. കാര്യം കിച്ചുവിൻ്റെ ലൈവിലൂടെ കിച്ചുവിനെ നോക്കിയത് കിച്ചുവിൻ്റെ അച്ഛമ്മയും അച്ഛനും അതുപോലെ തന്നെ വല്യച്ഛനും വല്യമ്മയാണെന്ന് കിച്ചു വെട്ടി തുറന്ന് പറഞ്ഞു. ആ ഫ്രണ്ട് പറഞ്ഞു എല്ലാവർക്കും മതിയായാലോ മനസ്സിലായല്ലോ എന്ന് പറയുന്നിടത്ത് എല്ലാം ഉണ്ട്. രേണു അവിടെ കിച്ചുവിനെ നോക്കിയിട്ടില്ല എന്നും ഈ പറയുന്ന എല്ലാ അഭിനയമാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ രേണുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.